റാൻഡം വേരിയബിൾസ്. എന്താണ് ഒരു റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മളിപ്പം കോയിൻ ടോസിംഗ് ആണ് നടത്തിയെങ്കിൽ എൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സെറ്റ് എച്ച് കോമ ടി. അങ്ങനെയുള്ള ഒരു സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അതായത് റിയൽ വാല്യൂസ് എടുക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് റാൻഡം വേരിയബിൾ ശരിക്കും എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ നമുക്ക് തരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് എ ഫംഗ്ഷൻ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ഒരു ഫംഗ്ഷൻ ആണെച്ചാൽ അതിൻ്റെ ബാക്കിലൊരു ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ പോകുന്നത് നമ്മളെ സാമ്പിൾ സ്പേസ് എന്നാണ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് ഓരോ ആളുകൾ പോകുമ്പോഴും ഈ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെടുക്കുന്നു? ഒരു റിയൽ നമ്പർ എടുക്കുന്നു. അങ്ങനത്തെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എച്ച് കോമ ടി അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു, എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ ഉള്ളിലേക്ക് എച്ച് എന്ന് പറയുന്ന ഔട്ട്കമാണ് പോകുന്നതെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ടേക്സ് എ വാല്യൂ 1, റിയൽ വാല്യൂ എടുക്കുന്നു എന്ന് പറയുന്നു. അതുമാതിരി എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ടി എന്ന് പറയുന്ന ഔട്ട്കമാണ് പോകുന്നതെങ്കിൽ അത് 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. അപ്പോൾ ഞാനൊരു റാൻഡം വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഹിയർ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ. എക്സ് എന്താണ്? ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ് അസ്യൂംസ് ദ വാല്യൂസ്. അത് 2 വാല്യൂസാണ് എടുക്കുന്നത്, 0, 1. 2 വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിളിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓർക്കേണ്ടത് അതാണ്. വാട്ട്സ് എ റാൻഡം വേരിയബിൾ? ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനൊരു വേറൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് പറയുകയാണ്. ഞാൻ 2 കോയിൻസാണ് ടോസ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 കോയിൻസ് ടോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി ഇങ്ങനെയുള്ള 4 ഔട്ട്കംസാണ് ഉള്ളത് അല്ലേ? അപ്പം ഞാൻ ഇവിടെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്. ഹെഡുകളുടെ എണ്ണമാണ് ഈ റാൻഡം വേരിയബിൾ എനിക്ക് തിരിച്ചു തരേണ്ടത്. അപ്പോൾ എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കും? എക്സിൻ്റെ ഉള്ളിൽ ഞാൻ എച്ച് എന്ന് പറഞ്ഞ ഔട്ട്കമാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ ഈ ഔട്ട്കമ്മിൽ എത്ര ഹെഡുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണമാണ് എൻ്റെ റാൻഡം വേരിയബിൾ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ 2 അല്ലേ? എക്സ് ഓഫ് എച്ച് ടി വന്നാലോ ഈ ഔട്ട്കമ്മിൽ ഒരു ഹെഡല്ലേ ഉള്ളൂ, അപ്പം 1. എക്സ് ഓഫ് ടി എച്ച് എന്ന് വന്നാൽ ആ ഔട്ട്കം നോക്കി അതിലും ഒരു ഹെഡേ ഉള്ളൂ, അപ്പോൾ 1. എക്സ് ഓഫ് ടി ടി അതിൽ ഒരു ഹെഡും ഇല്ല, 0. അപ്പോൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഉണ്ട്, 1, 2. നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതുന്നില്ല. അപ്പോൾ ദിസ് ഇസ് എ റാൻഡം വേരിയബിൾ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. അണ്ടിൽ ഹെഡ് അപ്പിയേഴ്സ്. ഹെഡ് കിട്ടുന്നവരെ ഒരു കോയിനെ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് എന്താണ്? ആദ്യം തന്നെ ഹെഡ് കിട്ടിയാൽ അതൊരു പോസിബിലിറ്റി അല്ലേ? അടുത്തൊരു പോസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് ടെയിൽ കിട്ടുക, സെക്കൻഡ് ഹെഡ് കിട്ടുക, ടി എച്ച്. ആദ്യത്തെ 2 പ്രാവശ്യം ടെയിൽ കിട്ടുക, ടി ടി, പിന്നെ എച്ച് കിട്ടുക, ടി 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 എച്ച്. അപ്പോൾ ഇങ്ങനൊരു സാമ്പിൾ സ്പേസ്, അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് അതിലുള്ളത്. അത് അവസാനിക്കാത്തൊരു സാമ്പിൾ സ്പേസ് ആണ്. ഇതിൽ ഞാൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തതാണ്. ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് ടോസസ്. ഓരോന്നും എത്ര ടോസസ് ആണ് വേണ്ടി വന്നത് ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എണ്ണമാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ എക്സിൻ്റെ ഉള്ളിലേക്ക് എച്ച് എന്ന് പറഞ്ഞ ഔട്ട്കമാണ്, ഫസ്റ്റ് ഔട്ട്കമാണ് ഞാൻ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ടോസിൽ തന്നെ ഹെഡ് കിട്ടി. അപ്പം എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തെ ഔട്ട്കമാണ് ഞാൻ പറഞ്ഞയക്കുന്നത് ടി എച്ച്. അതായത് 2 ടോസുകൾ വേണ്ടി വന്നു ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻസർ 2 ആണ്, അതെടുക്കുന്ന വാല്യൂ 2 ആണ്. അതുമാതിരി എക്സ് ഓഫ് ടി ടി എച്ച്, ഇവിടെ 3 ടോസുകൾ വേണ്ടി വന്നു ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു? 3 എന്ന് കൊടുക്കുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പോകുന്നത്? 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. ഇനി ഞാൻ മറ്റൊരു റാൻഡം വേരിയബിൾ പറയാൻ പോകുന്നത്, അപ്പം ഞാനൊരു ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്
ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അതേന്ന് പൂജ്യത്തിനെക്കാട്ടും വലിയ, പൂജ്യമോ അതിനെക്കാട്ടും വലിയ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എഴുതാൻ പോകുന്നത്? എക്സ് എന്ന് പറയുന്നത് ലൈഫ് ടൈമുകളാണ് ഇലക്ട്രിക് ബൾബിന്. അപ്പോൾ എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് എ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ 0-നെക്കാട്ടും കൂടുതലായിട്ട് എത്ര വാല്യൂസ് വരും? കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ഇൻഫിനിറ്റ് വാല്യൂസ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിസിലൊക്കെ പറയുന്നു ദർ ആർ 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് നമുക്കുണ്ട്. അതായത് ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന വാല്യൂസ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് വാല്യൂസ് ആയിരിക്കാം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇത് ഇൻഫിനിറ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതിങ്ങനെ എണ്ണാൻ പറ്റും. ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ദിസ് ഇസ് കൗണ്ടബിളി ഇൻഫിനിറ്റ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ടേക്സ് ഐദർ ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ, അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓൾസോ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇതൊക്കെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അവരുടെ പ്രത്യേകത, അവരുടെ വാല്യൂസ് നമ്മൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? എക്സിൻ്റെ വാല്യൂസ് 0, ഇവിടെ 1 2, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര, അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനി എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ടേക്ക് അൺകൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഇൻഫിനിറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കണ്ടിന്യൂസ്. അപ്പോൾ അതിനെ നമ്മളൊരു ഇൻ്റർവെല്ലോണ്ടൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ് ഇവരുള്ളത്. അതുമാതിരി ഇപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നൊക്കെ നമ്മൾ എഴുതും. ഈ ടൈപ്പിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ റേഞ്ചുകളൊക്കെ നമ്മൾ എഴുതുന്നത്, അതെടുക്കുന്ന വാല്യൂസിനെയൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ പ്രോബബിലിറ്റികളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓരോ റാൻഡം വേരിയബിളിനും, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF എന്ന് പറയുന്നത്. അതുമാതിരി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും പറയും. അപ്പോൾ വാട്ട് ഇസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? മാസ് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ദെൻ ദ ഫംഗ്ഷൻ f of x is equal to probability of x is equal to x. അതായത് റാൻഡം വേരിയബിൾ എക്സ്, സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ഈ സ്മോൾ എക്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിലെടുക്കുന്ന വാല്യൂസിനെയാണ് വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി. അതിനെ നമ്മൾ PMF ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എപ്പോഴാണ് പറയുക? എല്ലാ ഇതിനെയും പറയില്ല. അതിനെ പറയണമെങ്കിൽ അത് 2 കണ്ടീഷൻ സാധിച്ചിരിക്കണം. വൺ ഇസ് f of x is greater than or equal to 0. അത് നെഗറ്റീവ് ആവരുത്, ഇറ്റ് ഷുഡ് ബി നോൺ നെഗറ്റീവ്. 0 ഇതിനെക്കാട്ട് കൂടുതലോ വാല്യൂ എടുക്കണം. ആൻഡ് സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന എല്ലാ വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സുകളെ ഇപ്പം നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ എക്സ് 2 വാല്യൂസേ എടുക്കുള്ളൂ, അവിടെയുള്ള എഫ് ഓഫ് എക്സുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ PMF എപ്പോഴും 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ദെൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയിൽ ഞാൻ PMF എന്ന് വിളിക്കും ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദീസ് കണ്ടീഷൻ. അതായത് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ടോട്ടൽ PMF എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് കണ്ടു അല്ലേ? അപ്പോൾ അവിടുത്തെ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞു എച്ചും ടിയും ആയിരിക്കും. ഞാൻ അവിടെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്തു. സോ ദാറ്റ് എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 2 വാല്യൂസാണ് എടുക്കുന്നത്, 0 1 അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ
PMF കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1 ആണ്. അപ്പോൾ എന്താ PMF? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 ഇവിടെ കാണണം, എഫ് ഓഫ് 1 കാണണം. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എൻ്റെ റാൻഡം വേരിയബിൾ 0 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ നോക്കി റാൻഡം വേരിയബിളിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് 0 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണ് എടുത്തത്? ടെയിൽ കിട്ടുമ്പോൾ. അപ്പോൾ എക്സ് 0 ആവുക എന്ന് പറയുന്നത് ഏത് ഇവൻറ്റിന് തുല്യമാണ്? ഗെറ്റിംഗ് എ ടെയിൽ അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇറ്റ്സ് 1/2. മരി വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്? ഹെഡ് വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറയുന്നു ദാറ്റ് ഈസ് ഈക്വലൻ ടു ഗെറ്റിംഗ് എ ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. അപ്പോൾ എൻ്റെ റാൻഡം വേരിയബിൾ എടുക്കുന്ന രണ്ട് വാല്യൂസ് നമുക്കറിയാം, 0ഉം 1ഉം. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഞാൻ എഴുതണം. അപ്പോൾ എക്സ് 0, 1 എഫ് ഓഫ് എക്സുകൾ എടുത്ത് എഴുതുന്നു. 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 1/2. 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1/2. അപ്പം നമ്മളിങ്ങനെ ഒരു ടേബിൾ രൂപത്തിൽ എക്സുകളും അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സുകളെയും നമ്മളിപ്പോൾ എഴുതുകയാണ്. ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യണേ നമ്മൾ പറയും ഇറ്റ്സ് കോൾഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഏത് രീതിയിലാണ് ഓരോ വാല്യൂസിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഇത് നമുക്ക് പറഞ്ഞു. ഇറ്റ്സ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഇനി നമുക്ക് നോക്കാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റാൻഡം വേരിയബിൾ, നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് ഈച്ച് വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് വാല്യൂസ്, ആ രണ്ടെണ്ണം കൂടി കിട്ടിയാലാണ്, ഇത് രണ്ടിനും കണ്ടുപിടിച്ചാലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതി എന്ന് പറയും. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആരുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ്. 2 കോയിനുകളാണ് ടോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് നമ്മൾ നേരത്തെ എഴുതിയതാണ്. HH, HT, TH ആൻഡ് TT. നമ്മൾ പറഞ്ഞു ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ത് വാല്യൂ എടുക്കുന്നു? എക്സ് പറഞ്ഞ ഹെഡുകളുടെ എണ്ണമാണ്, നേരത്തെ എഴുതിയതാണ്. HH എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. എക്സ് ഓഫ് HT എന്ന് പറയുമ്പോൾ ഒരു ഹെഡേ ഉള്ളൂ, 1 ഉള്ള വാല്യൂ. അതുമാതിരി എക്സ് ഓഫ് TH എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഒരു ഹെഡേ ഉള്ളൂ. ഒരു എക്സ് ഓഫ് TT എന്ന് പറയുമ്പോഴോ ഒരു ഹെഡും ഇല്ല, 0. അപ്പോൾ ആദ്യത്തെ വഴി നമ്മൾ കണ്ടു ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതാണ്? 0 എടുക്കുന്നു, 1 എടുക്കുന്നു, 2 എടുക്കുന്നു. ഇനി നമ്മൾ കാണേണ്ടത് എക്സ് 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് എഫ് ഓഫ് 0 കാണണം. ജസ്റ്റ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആവാനുള്ള സാധ്യത എന്താണ്? നമുക്ക് ആകെ 4 കേസുകളാണ്. എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ 2 ടെയിലുകൾ ആണ് കിട്ടേണ്ടത്. 2 ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആകെ 4 കേസിൽ ഒരൊറ്റ കേസേ ഉള്ളൂ, ദറ്റ് ഈസ് 1/4 അല്ലേ? മറ്റു വാട്ട് ഈസ് എഫ് ഓഫ് 1? ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് എപ്പോഴാണ് 1 ആയിട്ടുണ്ടായിരുന്നത്? HT വന്നപ്പോഴും TH വന്നപ്പോഴും അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ടെയിൽ HT TH. അപ്പോൾ 2 കേസുകളാണ് ഇവിടെ. ഈ 4 കേസുകളിൽ 2 ഫേവറബിൾ കേസസ്. ഫോർ ദിസ് ഇസ് 2/4. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, വിച്ച് ഇസ് ഹെഡുകളുടെ എണ്ണം 2 ഹെഡുകളാണ് കിട്ടേണ്ടത്. അപ്പോൾ ദിസ് ഇസ് 1/4. അപ്പോൾ എല്ലാത്തിനും പ്രോബബിലിറ്റി ആയില്ലേ? അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സുകളും എഴുതുകയാണ്. 0ൻ്റെ പ്രോബബിലിറ്റി 1/4, 1ൻ്റെത് 2/4 ആൻഡ് എഫ് ഓഫ് 2ൻ്റെ 1/4. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മളതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ എഫ് ഓഫ് എക്സുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. 1/4 + 2/4 3/4, 3/4 + 1/4 4/4. ടോട്ടൽ PMF എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഡിസ്ക്രീറ്റ് കേസിൽ.
The probability distribution of a discrete random variable x is given below. Find k, probability of x less than or equal to 2, probability of x less than 2, probability of 1 less than x less than or equal to 3. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എക്സ് 0, 1, 2, 3 ആൻഡ് എഫ് ഓഫ് എക്സ് 1/8, കെ 3/8 ആൻഡ് 2/8 അല്ലേ. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൽ എക്സിൻ്റെ വാല്യൂസും PDF-കളും തന്നിരിക്കുന്നു. ഇവിടെ കെയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ടോട്ടൽ PDF എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ PDF അല്ല, ഇവിടെ PMF അല്ലേ, ടോട്ടൽ PMF എപ്പോഴും 1 ആയിരിക്കും. അതായത് എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലും നമ്മൾ എഫ് ഓഫ് എക്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എഫ് ഓഫ് എക്സിലൊക്കെ വരുന്ന കോൺസ്റ്റൻറ്റുകളെ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ 1/8 എല്ലാ PMF-കളും ആഡ് ചെയ്യുക. 1/8 പ്ലസ് കെ പ്ലസ് 3/8 പ്ലസ് 2/8 ഇവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 1 വരണം. അപ്പോൾ ഈ നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. 1/8 പ്ലസ് 3/8 4/8 പ്ലസ് 2/8 ഇസ് 6/8. 6/8 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 1. Or what is k? K is equal to 1 minus 6/8, which is 8 minus 6/8, and the answer is 2/8. അപ്പോൾ നമ്മളിവിടെ കെയുടെ സ്ഥാനത്ത് ഞാൻ ആരെ എഴുതുന്നു? 2/8 എന്ന് എഴുതുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളുടെ പുതിയ PMF. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 2ഓ അതിനെക്കാട്ടോ കുറവോ ആവണം, അതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2ഓ അതിനെക്കാട്ടോ കുറവോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എടുക്കാം? 0 ആവാം എക്സ്, അല്ലെങ്കിൽ എക്സ് 1 ആവാം, അല്ലെങ്കിൽ എക്സ് 2 ആവാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0? നമുക്കറിയാം വാട്ട് ഈസ് PMF. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 അല്ലേ. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എഫ് ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 1/8. എഫ് ഓഫ് 1 എന്താണ്? അത് 2/8 എന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എഫ് ഓഫ് 2 എന്താണ്? ദാറ്റ് ഈസ് 3/8 അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 6/8 വരും. 1 + 2 3, 3 + 3 6, 6/8 അല്ലെങ്കിൽ 3/4 എന്ന് എഴുതാം. ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെ വെച്ചാൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2? ദറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 2നെക്കാട്ടും കുറവാവുക. 2നെക്കാട്ടും കുറവാകുമ്പോൾ ഏതൊക്കെ വാല്യൂ എടുക്കാൻ പറ്റുക? എക്സ് ക്യാൻ ബി 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമ്മൾ അയാളുടെ PMF-കളെ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടില്ലേ? എഫ് ഓഫ് 0 ടു എഫ് ഓഫ് 1, ഇവിടെ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്താണ്? ദിറ്റ് ഈസ് 1/8 പ്ലസ് എഫ് ഓഫ് 1 ഇസ് 2/8. സോ ദ ആൻസർ ഇസ് 3/8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കണം. 1 എടുക്കുന്നില്ല, കണ്ടില്ലേ? 1 ലെസ് ദാൻ എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്, 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ, വിച്ച് ഈസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 എന്ന് പറയാം. വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ആൻഡ് എഫ് ഓഫ് 2 ഈസ് 2/8. സോ ദ ആൻസർ ഇസ് 5/8. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ കെ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റീസൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ലെറ്റ്
probability of x less than or equal to capital X less than or equal to x plus dx is equal to f of x dx, then f of x is called the PDF of x if it satisfies the following condition: f of x is greater than or equal to 0 for every x, integral over x f of x dx is equal to 1. That is total PDF 1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റീനെ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റി, ഇപ്പം 1 0 നിൽക്കും, അടുത്തത് 1 നിൽക്കാം, 2 നിൽക്കാം, അങ്ങനെ ഓരോ പോയിന്റുകളൊരു സോളിഡ് പോലെയാണ്. അത് ഓരോ പൊസിഷനിലും അങ്ങനെ നിൽക്കും. എന്നാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വരുമ്പോൾ അതൊരു ലിക്വിഡ് പോലെയാണ്, അത് ഒരു പോയിന്റിൽ നിൽക്കില്ല. ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സംതിങ്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ് ഇസ് ഈക്വൽ ടു 2, ആ പ്രോബബിലിറ്റി ഒക്കെ എപ്പോഴും എന്ത് ആയിരിക്കും? 0 ആയിരിക്കും ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതിൻ്റെ അർത്ഥം ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഒരു പോയിന്റിലായിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അതൊരു ലിക്വിഡ് പോലെയാണ്. അപ്പോൾ അത് ലിക്വിഡിന് നിൽക്കാൻ ഒരു പാത്രം വേണം എന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് നിൽക്കണമെങ്കിൽ ഒരു ഇൻ്റർവെൽ വേണം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തന്നെ നിർത്താൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇൻ്റർവെൽ ഉണ്ടാക്കി കൊടുത്തു, എക്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർവെൽ. അതായത് എക്സും എക്സിനൊരു ചെറിയൊരു ഇൻക്രിമെൻറ്റും കൊടുത്തു, എക്സ് എന്നൊരു ചെറിയൊരു പോയിന്റ് കൂട്ടി, അതിനെയാണ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ നമ്മളൊരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് എക്സിന് എഴുതിയത്. എക്സിൻ്റെ വാല്യൂ എക്സ് കോമ എക്സ് പ്ലസ് ഡി എക്സിൻ്റെ ഇടയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എക്സിൽ നിൽക്കുന്ന പോലെ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ അയാൾക്ക് ഒരു പോയിന്റിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾക്ക് നമ്മളൊരു ഇൻ്റർവെൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതി അല്ലേ. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ വരുന്ന എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, ആ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലെങ്ത് ഉള്ളത് കൊണ്ടാണ് ആ ലെങ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഡി എഫ്, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി എക്സ്. പിന്നെ ടോട്ടൽ പി ഡി എഫ് 1 ആയിരിക്കണം. അപ്പം പി എം എഫിൻ്റെ കേസിൽ നമ്മൾ സമ്മ് ചെയ്തെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ദ പി ഡി എഫ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഗിവൺ ബിലോ, ദറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 എൽസ്വെയർ. അതായത് നമ്മുടെ പി ഡി എഫ് എന്താണ്? എക്സിൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വരുമ്പോൾ എന്താ വാല്യൂ? കെ എക്സ് ആണ്. ബാക്കി എല്ലാവിടെയും 0 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കെ കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതേപോലെ തന്നെയാണ് മറ്റേത്. അപ്പം നമ്മൾ കെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് എന്താണ്? 0 to 1. എഫ് ഓഫ് എക്സ് ഇസ് കെ എക്സ് ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു 1 ഓർ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കങ്ങനെ എഴുതാം, കെനെ പുറത്തേക്ക് വയ്ക്കാം, ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഓർ കെ ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്നുവെച്ചാൽ 2നെ എനിക്ക് പുറത്തേക്ക് വയ്ക്കാം. കെ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓർ കെ ബൈ 2 ഇസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് കെ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പി ഡി എഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2. അതായത് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1/4-ൻ്റെയും 1/2-ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ നമ്മൾ പി ഡി എഫ് എവിടെയാണ് ഉള്ളത്? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്തുള്ളത്? 2x എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ 1/4 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും എല്ലാം തന്നെ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതേ പി ഡി എഫ് തന്നെയായിരിക്കും. 2x എന്ന് പറയുന്ന അതേ പി ഡി എഫ് ആണ് ഈ കംപ്ലീറ്റ് റേഞ്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുടെ കേസിൽ ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നെല്ലാം പറഞ്ഞാൽ സെയിം ആണ് ഇവിടെ കേട്ടോ. എങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചു. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏത് റേഞ്ചിൽ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ റേഞ്ചിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്താണ്? 1/4 ടു 1/2. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണു. ഇൻ്റഗ്രൽ 1/4 ടു 1/2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 അല്ലേ, 1/4 ടു 1/2 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 2x ഡി എക്സ്. 2നെ പുറത്തേക്ക് വെക്കാം. എക്സിനെ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരുന്നു? x²/2. എക്സിന് കൊടുക്കേണ്ട റേഞ്ചാണ് 1/4 ടു 1/2. ഈ രണ്ടും ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ x² മാത്രമേ ഉള്ളൂ. x²ന് അതിൻ്റെ x²ത്തെ എക്സിന് അപ്പർ ലിമിറ്റായ 1/2 കൊടുക്കുന്നു. അപ്പോൾ 1/2² മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 1/4². അപ്പോൾ എന്താ വരിക? 1/4 മൈനസ് 1/16. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ 64. ദിസ് ഈസ് 12 ഡിവൈഡഡ് ബൈ 64 ഓർ ദിസ് ഈസ് 3/16. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമ്മൾ അടുത്ത് നോക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CDF ആണ്. അപ്പോൾ എന്താണ് CDF? ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് PMF ഓർ PDF എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഞാൻ ഒരുമിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടാണ് പറയുമെങ്കിൽ PDF എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എഫ് ഓഫ് എക്സ് PDF ഉള്ള ഒരു റാൻഡം വേരിയബിൾ എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇറ്റ് CDF ഇസ് ഗിവൺ ബൈ, CDFനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CDF കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ f(2) ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എന്താ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി. എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുക? എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടും കുറവോ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഏത് വാല്യൂ കൊടുക്കുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ, ആ വാല്യൂ അതിനെക്കാട്ടോ കുറവോ ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ദ CDF. അപ്പോൾ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് കാണുക? എക്സിൻ്റെ വാല്യൂ സ്മോൾ എക്സിനെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ട് മാക്സിമം എവിടെ വരെ പോവാം? -∞ വരെ. അപ്പോൾ സമ്മേഷൻ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ഇൻ്റഗ്രേറ്റ് അല്ല ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇൻ്റഗ്രൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CDF കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ CDFൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് നമ്മൾ -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസിലും നമ്മൾ CDF കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് എഫ് ഓഫ് -∞ മുതൽ +∞ ഉള്ളിലുള്ള ഏതൊരു വാല്യൂവും ഞാൻ ഈ എക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റണം എന്തായിരിക്കണം അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന്. അപ്പോൾ കംപ്ലീറ്റ് റിയൽ ലൈനിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -∞. എഫ് ഓഫ് -∞ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -∞. -∞ കുറവാവോ ഏതെങ്കിലും വാല്യൂ, ദ പ്രോബബിലിറ്റി വിൽ ബി 0. അതുമാതിരി എഫ് ഓഫ് +∞ ഈസ് ഈക്വൽ ടു 1. അതായത് എഫ് ഓഫ് +∞ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു +∞. എല്ലാ എക്സ് വാല്യൂസും +∞ കുറവായിരിക്കില്ലേ? ദെർഫോർ ഇറ്റ്സ് എ ഷുവർ ഇവന്റ്. അപ്പോൾ പ്രോബബിലിറ്റി 1. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എ ഈസ് ലെസ് ദാൻ ബി എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി. അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന നമ്പേഴ്സ് ചെറുതാവുകയാണെങ്കിൽ അതിൻ്റെ CDFും ചെറുതായിരിക്കും. അതായത് ഇപ്പോൾ എഫ് ഓഫ് 2 വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 3, അല്ലെങ്കിൽ എഫ് ഓഫ് 2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് 5, എഫ് ഓഫ് 10. അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂകളാണെങ്കിൽ എന്താണ് അതിൻ്റെ CDFും അതേ പോലെ പോകും. അതായത് ദിസ് ഇസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ. CDF എന്താണ്?
ഇസ് നോൺ ഡിക്രീസിങ് എന്ന് നമുക്ക് പറയാം. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ക്യാപിറ്റൽ എക്സ് ഇസ് എ discrete random variable, then the graph of capital F of x is a step function. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക. നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വാല്യൂസ് എടുക്കും, ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുക്കും. എന്നിട്ടിപ്പം നമ്മളൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ വരച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ ഇങ്ങനെയാണ്, സ്റ്റെപ്പ് പോലെയാണ് പോകുന്നത്, ഇങ്ങനെ പോകും. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതുമാതിരി ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, then probability of a less than x less than or equal to b is equal to f of b minus f of a. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം, ഇവിടെ a ലെസ് ദാൻ വരണം, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അതായത് നമുക്കിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അല്ല സോറി ഇവിടെ ലെസ് ദാനേ ഉള്ളൂ കേട്ടോ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനും വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് വെച്ചാൽ ഒരു ലെസ് ദാൻ എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നതൊക്കെ ഒരു വ്യത്യാസമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയണ്ടേ, എ ലെസ് ദാൻ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വന്നാലും, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി വന്നാലും, അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങൾ വരുത്തിയാലും, ലെസ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ മാറ്റി എഴുതിയാലും നമുക്ക് എങ്ങനെ എഴുതാം അതിനെ, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എഴുതാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ദ ഗ്രാഫ് വിൽ ബി എ ഗ്രാഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഇഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്, ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് പി ഡി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, സി ഡി എഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് സി ഡി എഫ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ സി ഡി എഫ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഹൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ് വാല്യൂസും അതിൻ്റെ പി എം എഫുകളും തന്നിട്ടുണ്ട് അല്ലേ, പി എം എഫുകളും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി ഡി എഫ് കണ്ടുപിടിക്കാനാണ്. സി ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദിസ് ഇസ് ഇൻ്റഗ്രൽ സമ്മേഷൻ ആണ്, സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഫോർമുലയിലേക്കൊന്നും പോകേണ്ട. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ സി ഡി എഫ് കാണുകയാണ്, ഇതിൻ്റെ നേരെ താഴെ തന്നെ ഞാൻ സി ഡി എഫ് കാണുകയാണ്, ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണുകയാണ്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്തില്ലേ, അതേമാതിരി നമുക്കിവിടെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ -2 കറസ്പോണ്ടിങ് ആയിട്ട് 0.1, അതിൻ്റെ മുമ്പിൽ ആഡ് ചെയ്യാൻ ആരുമില്ല, അപ്പോൾ 0.1 തന്നെ എഴുതാം. അതുമാതിരി അടുത്തത് -1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യണം. 0.1 + 0.2, 0.1 + 0.2 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 0.3. ഇതാണ് നമുക്ക് സി ഡി എഫ് വരുന്നത്. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോഴേക്ക് ഇത് മൂന്നും ആഡ് ചെയ്യണം. അപ്പോൾ 0.3 + 0.3, 0.3 + 0.3 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 0.6 കിട്ടുന്നു. അതുമാതിരി അടുത്തത് വരുമ്പോൾ 0.6 + 0.2 ദാറ്റ് ഈസ് 0.8 അല്ലേ. ഇനി അടുത്തത് വരുമ്പോഴോ 0.8 + 0.2 ദാറ്റ് ഈസ് 1. എന്തായാലും ലാസ്റ്റ് വാല്യൂ വരുമ്പോഴേക്ക് 1 കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സി ഡി എഫ് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. എവിടെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. അപ്പോൾ എന്താ ചെയ്തത്, ക്യുമുലേറ്റ് ചെയ്തു, സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്തു അല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ -1ൻ്റെ സ്ഥാനത്തുള്ള ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടി, -2ൻ്റെ സ്ഥാനത്തുള്ളത് കിട്ടി, 0ൻ്റെ അടുത്ത് കിട്ടി, 1ൻ്റെ കിട്ടി, 2ൻ്റെ കിട്ടി. നമ്മൾ സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ്. എല്ലാ റിയൽ വാല്യൂസിനും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ എഴുതുമ്പം -∞ മുതൽ +∞ വരെ ഉള്ളതായിട്ട് എഴുതിയാൽ കുറച്ചും കൂടി നമ്മൾ എഴുതിയത് ക്ലിയർ. ഇതുവരെ എഴുതിയാൽ ഓക്കെയാണ്,
പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എടുത്തിട്ടൊന്ന് എഴുതാം, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ നോക്കൂ, നമുക്കിപ്പോൾ കിട്ടിയ പ്രകാരം എങ്ങനെയാണ് മൈനസ് ഇൻഫിനിറ്റി, ഇവിടെ -2 ഉണ്ട്, അവിടെ മാത്രം എഫ് ഓഫ് എക്സ് എനിക്ക് 0.1 കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെയോ -1ൻ്റെ അവിടെ CDF എത്രയാണ് 0.3 കിട്ടിയിട്ടുണ്ട്. 0ൻ്റെ അവിടെ എനിക്ക് 0.6 എന്ന് കിട്ടിയിട്ടുണ്ട്. 1ൻ്റെ അവിടെ 0.8 എന്ന് കിട്ടിയിട്ടുണ്ട്. 2ൻ്റെ അവിടെ 0.2 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതാൻ പോകുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഈ -2 ആവുമ്പോഴേ അത് 0.1 ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ -∞ മുതൽ 2 വരെയുള്ള റേഞ്ചിൽ എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് -∞ <x -2 വരെയുള്ള റേഞ്ചിൽ ഇവിടെയൊക്കെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും 0 ആയിരിക്കും. ഇനിയിപ്പം അടുത്ത റേഞ്ച് പോകുന്നത് ഞാൻ -2 മുതൽ -1 വരെ അല്ലേ. -1 എത്തിക്കഴിഞ്ഞാലേ 0.3 ആവുള്ളൂ. അപ്പം -2 മുതൽ -1 വരെ, അതായത് -2 ഉൾപ്പെടുത്തണം, -1 കൂട്ടാൻ പാടില്ല. -1 ആകുമ്പോഴേക്ക് മാറും. അപ്പോൾ അവിടെ എന്താണ് 0.1 ആണ്. ഇങ്ങനെ മനസ്സിൽ നമുക്ക് എടുത്തെഴുതാം. സിമിലർലി -1 മുതൽ 0 വരെ, -1 ഉൾപ്പെടുത്തി 0 വരെയുള്ള സ്ഥലത്ത് എന്തായിരിക്കും 0.3 ആയിരിക്കും. ആൻഡ് 0 ഉൾപ്പെടുത്തി 1 വരെയുള്ള സ്ഥലത്ത്, 0 മുതൽ 1 വരെയുള്ള സ്ഥലത്ത് ഏതായിരിക്കും 0.6 ആയിരിക്കും എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. അതുമാതിരി 1 ഉൾപ്പെടുത്തി 2 വരെയുള്ള സ്ഥലത്ത് എഫ് ഓഫ് എക്സ് വിൽ ബി 0.8. പിന്നെ 2 ഉൾപ്പെടുത്തി ഇൻഫിനിറ്റി വരെയുള്ള സ്ഥലത്ത് 1 ആയിരിക്കും. ഇങ്ങനെ കൂടി എഴുതിയാൽ ഒന്നും കൂടി പെർഫെക്റ്റായി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ എഴുതി നിർത്തിയാലും ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ CDF എഴുതുക. ജസ്റ്റ് ക്യുമുലേറ്റീവ് എന്ന് കണ്ടുകൊണ്ട് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് പോയാൽ മതി.